നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് കോൺഗ്രസ്സിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കോൺഗ്രസ്സിൽ ഇപ്പോഴും നല്ലൊരു പാർട്ടി തന്നെയാണ്. അതിലുള്ള ചില അണികൾ ഇപ്പോഴും സ്ഥാനം മോഹിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. കോൺഗ്രസിനോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഇതുപോലത്തെ ആളുകൾ ഇന്നിപ്പം നമ്മുടെ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു. ആദ്യമായിട്ട് പറയുന്നു, പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്ന എന്താ അറിയോ? പത്മജ വേണുഗോപാൽ BJP-യിൽ പാർട്ടി അംഗത്വം സ്വീകരിച്ചു. ഇനി പത്മജ വേണുഗോപാലിന്റെ സഹോദരൻ മുരളീധരൻ പറയുന്നെന്താ? പത്മജക്കെതിരെ ആഞ്ഞടിച്ച് മുരളീധരൻ, അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല, ഇനി സഹോദരി എന്ന ബന്ധം പോലും ഇല്ല. ആരോട് പറയും? ഇനി അടുത്തത് എന്താണ്? ED വന്നാൽ ഗുരുവായൂരപ്പനും രക്ഷിക്കാൻ കഴിയില്ല, BJP-യിൽ ചേരുകയേ നിവൃത്തിയുള്ളൂവെന്ന് പത്മജയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതേ വീണ്ടും പോസ്റ്റ് മുക്കി. എന്തെല്ലാം ഒന്ന് കാണണല്ലേ? നമ്മളെപ്പോലത്തെ അണികളായിട്ട് നിൽക്കുന്ന ഒരു കഴുതകളാണെന്ന് ഇവർ തെളിച്ചുകൊണ്ടേ നിൽക്കുക. തന്നെ BJP ആക്കിയത് കോൺഗ്രസ് എന്ന് പത്മജ വേണുഗോപാൽ. മുരളിയേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരുന്നു എന്ന്. സ്ഥാനം എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഇവരാരും അംഗീകരിക്കണം. ഇവർ ഇലക്ഷനിൽ നിന്നിട്ടെല്ലാം പൊട്ടി പാളീസായത് കാരണം കൊണ്ട് കോൺഗ്രസിനാണ് കുറ്റം. അത് കാരണത്താല് BJP-യിലേക്ക് അംഗത്വം സ്വീകരിച്ചു. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് ഭയങ്കര സംഭവം കേട്ടോ. നമുക്ക് കാണാം, വരാനുള്ളതല്ല, കാണാം. അച്ഛൻ്റെ ശവകുടീരത്തിൽ സംഘികളെ നിരങ്ങാൻ അനുവദിക്കില്ലെന്ന് K. മുരളീധരൻ. പത്മജക്കെതിരെ ആഞ്ഞടിച്ച് മുരളീധരൻ, അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല, ഇനി സഹോദരി എന്ന ബന്ധം പോലും ഇല്ല. എന്തെല്ലാം കാണണം. ഇനി മികച്ച അവസരം വന്നപ്പോൾ ശ്രമിച്ചു നോക്കാമെന്ന് കരുതി അവഗണനയിൽ പത്മജ വേദനിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആരാ പറയുന്നത്? പത്മജയുടെ ഭർത്താവായ വേണുഗോപാൽ. BJP-യിലേക്കെന്ന് സ്ഥിരീകരിച്ച് ഭർത്താവ് വേണുഗോപാൽ. ഇതാണ് നമ്മുടെ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ. സ്ഥാനം എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരെ കയറിപ്പോകുന്ന ഒരു പാർട്ടിയാണ് BJP. ഇങ്ങനത്തെ ഈ ചപ്പുചവറുകളെല്ലാം കയറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ BJP-ക്കാർ? നിങ്ങൾക്ക് നല്ല നല്ല ആളുകൾ തന്നെ നിങ്ങളുടെ BJP-യിലില്ലേ? ഇവിടെ ഒരു അംഗീകാരം കിട്ടാത്തത് കാരണം കൊണ്ട് വരും നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങൾ അവരെ ഇരു കൈകൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്ത് നിങ്ങൾ അവരെ പൊക്കിക്കൊണ്ടുപോകും. എന്ത് കഷ്ടം! ഏതായാലും എനിക്ക് ഈ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. ആര് കോൺഗ്രസ് നിന്ന് BJP-യിലേക്ക്? എനിക്ക് തോന്നുന്ന കൂടുതൽ ആളുകളും കോൺഗ്രസ് നിന്നാണ് BJP-യിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മുടെ കോൺഗ്രസ് പാർട്ടിനെ നിങ്ങൾ തകർക്കരുത്. അധികാരമോഹികളായ ആളുകൾ പോകും. അവരൊന്നും അല്ലാതാകുമ്പോൾ അവർ തേടിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അംഗീകാരം കിട്ടും. അതെത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. പോയവരെല്ലാം കുറേ ആൾക്കാർ ഇപ്പോൾ തിരിച്ച് വന്നിട്ടും. ഇപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഈ BJP എന്തിനാ തീർന്നതെന്ന് ആയിരിക്കും. എനിക്ക് ഇത്ര ഈ വീഡിയോയിൽ പറയാനുള്ളൂ.